കേരളത്തിൽ മണ്ഡല കേന്ദ്രങ്ങളിലും പ്രാദേശികമായും വിപുലമായ ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങി RSS. ശതാബ്ദി വർഷത്തിൽ കേരളത്തിൽ 2026 വിജയദശമി വരെ നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് RSS ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ, ദക്ഷിണ കേരള പ്രാന്ത സഹകാര്യവാഹ് KB ശ്രീകുമാർ എന്നിവ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളത്തിലും RSS ശാഖകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇരുവരും അറിയിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കിരൺ ചേരുന്നു. കിരൺ, എന്തായാലും വിപുലമായ പരിപാടികളാണ് കേരളത്തിലെ RSS ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ കിരൺ? അനിൽ നമ്പ്യാർ, ഈ മാസം നടന്ന കർണാടകയിൽ വെച്ച് നടന്നിട്ടുള്ള RSSന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ തീരുമാനങ്ങൾ വിശദീകരിക്കാനാണ് ഇന്ന് രണ്ട് കേരളങ്ങളുടെയും RSSന്റെ സംഘടനാ ദൃഷ്ടിയിലുള്ള ഉത്തര കേരളത്തിൻ്റെയും ദക്ഷിണ കേരളത്തിൻ്റെയും പ്രാന്തകാര്യവാഹന്മാർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ തീരുമാനങ്ങൾ, ഒപ്പം തന്നെ ഇനി ഈ സംഘത്തിൻ്റെ ശതാബ്ദി വർഷമാണ് ഈ 2025 മുതൽ ആഘോഷിച്ചു വരുന്നത്. 2025 വിജയദശമി മുതൽ 2026 വിജയദശമി വരെയാണ് ഈ ശതാബ്ദി വർഷത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ സമയത്ത് കേരളത്തിലടക്കം സംഘടിപ്പിച്ചു വരുന്ന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളായിരുന്നു ഏതായാലും നേരത്തെ ഇവർ മാധ്യമങ്ങളെ കണ്ട സമയത്ത് വിശദീകരിച്ചിരുന്നത്. നഗരതലങ്ങളിൽ ഒപ്പം നഗർഗണ്ഡ് തലങ്ങളിൽ ഈ വർഷത്തെ വിജയദശമി പരിപാടി നടക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം അറിയിച്ചത്. വിജയദശമി മുതലാണ് ഈ സംഘത്തിൻ്റെ ശതാബ്ദി വർഷങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യ പരിപാടി എന്ന രീതിയിൽ ഈ വിജയദശമി ആഘോഷം പ്രവർത്തകർ, സ്വയംസേവകരായിട്ടുള്ള പ്രവർത്തകർ പൂർണ്ണ ഗണവേഷത്തിൽ പങ്കെടുക്കുന്ന വിജയദശമി പരിപാടികൾ അത് ഗണ്ഡ് നഗരതലങ്ങളിൽ സംഘടിപ്പിക്കും. പിന്നീട് മണ്ഡല തലങ്ങളിൽ വിപുലമായിട്ടുള്ള ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായിരുന്നു. ഇത് നവംബർ മാസത്തോടു കൂടിയായിരിക്കും ആരംഭിക്കുക. ഇതോടൊപ്പം തന്നെ ഹിന്ദു സമ്മേളനങ്ങളും മണ്ഡല തലങ്ങളിൽ സംഘടിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയുണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ പരിപാടികളാണ് ഈ സംഘത്തിൻ്റെ ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് നടത്തി വരുന്നത്. അത് 2026 വരെ ഈ പ്രവർത്തനങ്ങൾ തുടരും. ഒപ്പം തന്നെ ഈ അഖില ഭാരതീയ പ്രതിനിധി സഭ അവസാനിക്കുന്ന സമയത്ത് ഈ പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. രാജ്യത്തൊട്ടാകെ തന്നെ ശാഖകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് തന്നെ രണ്ട് കേരളത്തിലും, അതായത് ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലുമായിട്ടും വലിയ രീതിയിൽ തന്നെ ശാഖാ പ്രവർത്തനങ്ങളിൽ ഒരു വർധനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായിരുന്നു. അനിൽ നമ്പ്യാർ. കേരളത്തിലെ മണ്ഡല കേന്ദ്രങ്ങളിലും പ്രാദേശികമായും വിപുലമായ ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങി RSS. ശതാബ്ദി വർഷത്തിൽ കേരളത്തിൽ 2026 വിജയദശമി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് RSS ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ, ദക്ഷിണ കേരള പ്രാന്ത സഹകാര്യവാഹ് KB ശ്രീകുമാർ എന്നിവ കൊച്ചി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കിരണാണ് വിവരങ്ങൾ നൽകിയത്.